100 വർഷം പിന്നിട്ട് 101-ാം വാർഷികാഘോഷ നിറവിലാണ് തിരുവനന്തപുരം ഉള്ളൂർ ഗവൺമെന്റ് UP സ്കൂൾ. വിദ്യാലയ മുത്തശ്ശിയായ സ്കൂളിന്റെ വാർഷികാഘോഷം MLA കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒത്തുചേർന്ന പരിപാടിയിൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഉള്ളൂരിലെ വിദ്യാലയ മുത്തശ്ശിയായ ഗവൺമെന്റ് UP സ്കൂളിന് ഇത് അഭിമാന നിമിഷം. സ്കൂളിന്റെ പ്രവർത്തനം 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. വിവിധ രംഗങ്ങളിലെ നിരവധി പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ വിദ്യാലയം ബഹുദൂരം മുൻപിലാണ്. ഇപ്പം ഇവിടെ 60ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടുള്ള താല്പര്യം മൂലം ധാരാളം കുട്ടികൾ ഇവിടെ എത്തിച്ചേരുകയും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുകയും ചെയ്യുന്നു. എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വരുമോ അതെല്ലാം തന്നെ ചെയ്യാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. പഴയ കെട്ടിടം ഇപ്പോൾ അതിന് ഫിറ്റ്നസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആ കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ പ്ലേ ഗ്രൗണ്ടും അവിടെ പുറകിലായിട്ട് ഡൈനിങ് ഹാളടക്കമുള്ള ബിൽഡിങ്ങുകൾ വരികയാണ്. ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ് നമ്മുടെ ഈ മഹാവിദ്യാലയം. ഇന്നിപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സർക്കാർ സ്കൂളുകൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. എന്തെല്ലാമാണോ കുറവ് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. പ്രൗഢിയും പാരമ്പര്യവും ഗൃഹാതുരത്വവും കാത്തുസൂക്ഷിച്ച് പഴയ കെട്ടിടം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പഴയ കെട്ടിടത്തിന് തൊട്ടടുത്തായി സ്ഥലം MLA കടകംപള്ളി സുരേന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലാണ് നിലവിൽ വിദ്യാലയത്തിന്റെ പ്രവർത്തനം. UP LP വിഭാഗങ്ങളിലായി 60 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച ഇടപെടലുകൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ചിലത് പറയാനുണ്ട്. എൻ്റെ പേര് സഞ്ജന. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഗവൺമെൻറ് UPS ഉള്ളൂരിലാണ്. ഇവിടെ ഈ സ്കൂളിൽ ടീച്ചേഴ്സ്മാരാണെങ്കിൽ പാരൻസിനെ പോലെയാണ് നോക്കണത്. എനിക്ക് ഈ സ്കൂൾ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ തമിഴത്തി കുട്ടിയാണ്. ഈ സ്കൂളിൽ വന്നതിന് ശേഷം എനിക്ക് മലയാളം നല്ലപോലെ വായിക്കാനും എഴുതാനും പഠിച്ചു. ഇവിടുത്തെ ടീച്ചർമാർ എൻ്റെ അമ്മമാരെ പോലെ നല്ല സ്നേഹത്തോടെയും ഇങ്ങനെയൊക്കെ പെരുമാറി. മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ DR അനിൽ അധ്യക്ഷത വഹിച്ച സ്മൃതി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് സ്കൂൾ HM പ്രിയ ജോൺ സ്വാഗതം ആശംസിച്ചു. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ കവിയും അധ്യാപകനുമായ മനോജ് പുളിമാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ മുൻ അധ്യാപകരും കുട്ടികളും അനധ്യാപകരും ആഘോഷ പരിപാടികളുടെ ഭാഗമായി. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.